കാനനപാതയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനിടെ മല കയറാൻ അനുവദിക്കണമെന്ന് തീർത്ഥാടകർ ആവശ്യമുന്നയിച്ച് തീർത്ഥാടകർ എരുമേലി കാളകെട്ടിയിൽ റോഡ് ഉപരോധിക്കുന്നു. സമരത്തിന് പിന്നിൽ ഗൂഢാലോചനയാണ്. കാനനപാതയിൽ അപകട സാധ്യതയെന്നും തീർത്ഥാടകരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, ഇപ്പോൾ ഈ കാനനപാതയിലൂടെ പോകണമെന്ന ആണ് ആവശ്യം. ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുണ്ട്. ഇപ്പോൾ എന്താണ്, എത്ര പേരാണ് അവിടെ പ്രതിഷേധിക്കുന്നത്? വനംവകുപ്പ് എന്ത് നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? ഈ തീർത്ഥാടന കാലം തുടങ്ങിയതിനു ശേഷം മുൻപെങ്ങുമില്ലാത്ത വിധം പലതവണ തീർത്ഥാടകർക്ക് വിരുദ്ധമായി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ എരുമേലി കാളകെട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എരുമേലി കാളകെട്ടി എന്ന് പറയപ്പെടുന്നത് പുരാതനമായിട്ടുള്ള ശബരിമലയിലെ കാനനപാതയിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. എരുമേലിയിൽ നിന്നും പേരൂർത്തോട് വഴി കാളകെട്ടി അഴുതക്കടവിൽ അഴുതയിൽ കുളിച്ച് കല്ലടംകുന്ന് താണ്ടി കരിമലയും ചെറിയാനവട്ടവും വലിയാനവട്ടവും പിന്നിട്ടാണ് പമ്പയിൽ തീർത്ഥാടകർ എത്തിച്ചേരുക. മണ്ഡലകാലത്തിന്റെ അവസാന ഘട്ടത്തിലും മകരവിളക്കിന് ക്ഷേത്രനട തുറന്ന ശേഷവും വലിയ തോതിലുള്ള തീർത്ഥാടക തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പാത കൂടിയാണ് ഈ കാനനപാത. എന്നാൽ ഈ കാനനപാത, അതായത് മണ്ഡലപൂജയ്ക്ക് സരോജ്, ഈ കാനനപാത ഈ മുൻ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ തുറന്നു കൊടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ വലിയ തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണം ഉള്ളത് കൊണ്ട് തന്നെ ഈ പാത വനംവകുപ്പ് അടയ്ക്കുകയായിരുന്നു പതിവ്, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും ഘോര വനമാണ്. മണ്ഡലപൂജയ്ക്ക് ശേഷം ക്ഷേത്രനട അടച്ചു കഴിഞ്ഞാൽ കാനനപാതയിലൂടെ തീർത്ഥാടകരെ വനംവകുപ്പ് കടത്തിവിടാറില്ല. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. മകരവിളക്കിന് ഈ മാസം 30-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് ക്ഷേത്രനട തുറക്കുക. ആ 30-ാം തീയതി രാവിലെ 7 മണി മുതൽ തീർത്ഥാടകർക്ക് കാനനപാതയിലൂടെ പ്രവേശനമുണ്ട്. അതായത് രാവിലെ പുലർച്ചെ ഒരു 5 മണിക്ക് എരുമേലിയിൽ നിന്ന് നടക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം 6 മണിയോടുകൂടി പമ്പയിൽ എത്തിച്ചേരാൻ തീർത്ഥാടകർക്ക് കഴിയും. അങ്ങനെ വളരെ വേഗതയിൽ നടക്കാത്ത തീർത്ഥാടകർ പലയിടങ്ങളിലുമായിട്ട് തങ്ങുകയാണ് പതിവ്. മാത്രമല്ല, ഓരോ തീർത്ഥാടന കാലത്തും ഇക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയപ്പെടുന്ന കമ്മിറ്റിക്ക് കാനനപാതയിൽ താൽക്കാലിക കടകൾ തുറക്കാൻ വേണ്ടി, സേവന കേന്ദ്രങ്ങൾ തുറക്കാൻ വേണ്ടി വനംവകുപ്പ് സ്ഥലം അനുവദിച്ച് നൽകാറുണ്ട്. എന്നാൽ മണ്ഡലപൂജയ്ക്ക് ശേഷം നടയടച്ചതോടുകൂടി ഈ മേഖലയിലെ താൽക്കാലിക വനംവകുപ്പിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, അതായത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വനംവകുപ്പ് വാച്ചർമാർ മാത്രമാണ് ഉള്ളത്. എരുമേലിയിൽ നിന്നും പമ്പ വരെ. ശരി, സനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാളകെട്ടിയിലെ കാനനപാത, എരുമേലിയിലെ കാനനപാതയിലൂടെ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കാളകെട്ടിയിൽ തീർത്ഥാടകർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു. നിലവിൽ വലിയ തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നതിന് കണക്കിലെടുത്താണ് വനംവകുപ്പ് വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ തീർത്ഥാടകർ പ്രതിഷേധിക്കുന്നതിൽ വലിയ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം വരുന്നു. ഇപ്പോൾ പമ്പ റേഞ്ച് ഓഫീസർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റേഞ്ച് ഓഫീസർ, നിലവിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ തുടരുകയാണ്. മുൻകാലങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഈ കാനനപാത വഴി പ്രവേശനം അനുവദിക്കാതിരുന്നത്. നിലവിൽ എന്താണ് വനംവകുപ്പ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്? അവരെ പ്രവേശിപ്പിക്കേണ്ടതുണ്ടോ? നിലവിൽ എന്താണ് ആ തീർത്ഥാടകരോട് ഉദ്യോഗസ്ഥർ പറയുന്നത്? മണ്ഡലപൂജ കഴിഞ്ഞിട്ട് ശബരിമല ഇന്നലെ വൈകിട്ട് നട അടച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് കാനനപാതയിലൂടെ അയ്യപ്പന്മാരെ കടത്തിവിടാറുള്ളത്. പമ്പയിലെ എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ സാപ്പ് ഇഡിസികളെ നിയന്ത്രിക്കുന്ന കടകളും മറ്റ് സേവന കേന്ദ്രങ്ങളുമാണ് ഈ റൂട്ടിൽ മുഴുവനുള്ളത്. 2 ദിവസം നട അടച്ചിരിക്കുന്നതിനാൽ ഈ സേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. അതിനാൽ കാട്ടാനകളും മറ്റു മൃഗങ്ങളും ഈ കാനനപാതയിൽ സജീവമാണ്. ഇത് ഇവരെ ഈ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ നിലവിൽ? തീർച്ചയായും അവരോട് സാറന്മാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ ഏകദേശം ബോധ്യപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോഴും വാഹനങ്ങളൊക്കെ കടത്തിവിടുന്ന സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിഷേധം ഇപ്പോൾ തന്നെ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ശരി, വളരെ നന്ദി. ശ്രീ പമ്പ റേഞ്ച് ഓഫീസറാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. നിലവിൽ ആ പ്രതിഷേധം, തീർത്ഥാടകരുടെ പ്രതിഷേധം അവസാനിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ പ്രതിഷേധം തണുത്തിരിക്കുന്നു. ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വനംവകുപ്പിന് ആയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ബോധ്യപ്പെടുന്ന വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകുകയും ചെയ്തത്.